today we start our next chapter, our second chapter, Introduction to Extension Field. And this chapter starts with the definition of an extension field. So let us look at the definition of an extension field. Let F and E be two fields. Then the field E is said to be an extension field of the field F if F is a subfield of E. Okay. അതായത് എഫ് ഇ എന്ന രണ്ട് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇ എന്ന ഫീൽഡിനെ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആണെന്ന് പറയണമെങ്കിൽ എഫ് മസ്റ്റ് ബി എ സബ് ഫീൽഡ് ഓഫ് ഇ. ഓർ ഇഫ് എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇ ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. വി നോ ദാറ്റ് Q is a subfield of R. അല്ലേ, നമുക്കറിയാം Q Rൻ്റെ ഒരു സബ്ഫീൽഡാണ്. ദാറ്റ് മീൻസ് ദാറ്റ്സ് ദിസ് R is an extension field of Q. Okay, and we also know that C is the set of all if we consider the set of all complex numbers, the set of all complex numbers is a extension field of both Q and R. കാരണം ഈ സി സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ സിൻ്റെ സബ്ഫീൽഡാണ് ക്യൂ, അതുപോലെ തന്നെ ആറും. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് സെറ്റ് ദ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ സി ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ബോത്ത് ക്യൂ ആൻഡ് ആർ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ എങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റും? ഓക്കെ, ക്യൂ ആർ സി. ദിസ് മീൻസ് ദാറ്റ് ദിസ് ആർ ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ and this C is an extension field of both R and Q. Okay, so suppose F is a field and F of X and F of Y be two extension field of F, then we can picturize it as this is F and F of X and F of Y be two extension field of F, and also suppose that F of X comma Y is an extension field of F of X, എഫ് ഓഫ് വൈ ആൻഡ് എഫ്. ഓക്കെ, അങ്ങനെ നമുക്കിതിന് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാം. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എഫ് ഒരു ഫീൽഡാണ് ആൻഡ് ഓൾസോ ദിസ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ ആർ ദ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ്, ആൻഡ് ദിസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് വൈ ആൻഡ് എഫ്. ഓക്കെ, ഇനി ദിസ് ഈസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ്. ഓക്കെ, ഈ ഡെഫിനിഷനാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓൾസോ വി ക്യാൻ ഡിഫൈൻ ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ആസ് എഫ് ഫീൽഡ് ഇ ഈസ് സെഡ് ടു ബി ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ്. എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ്, എ ഫീൽഡ് ഇ ഈസ് സെഡ് ടു ബി ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എ ഫീൽഡ് എഫ് if there is a one field homomorphism from F to E. Okay, അതായത് ഒരു ഫീൽഡ് ഇനെ ഒരു ഫീൽഡ് എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആണെന്ന് പറയണമെങ്കിൽ ദർ മസ്റ്റ് എക്സിസ്റ്റ് എ വൺ ഹോമോർഫിസം ഫ്രം എഫ് ടു ഇ. ഈ എഫിൽ നിന്നും ഇയിലേക്ക് ഒരു വൺ ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് ദിസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് we can also define an extension field as an extension field of a field F is a pair some E comma phi where this E is a field and this phi is a monomorphism. What is a monomorphism? Monomorphism means which is one function and also it is a homomorphism. one homomorphism ആയ മാപ്പിനെയാണ് നമ്മൾ മോണോമോർഫിസം എന്ന് പറയുന്നത്. സോ if E is an extension field of F, that implies that there exists a monomorphism from the field F to E. Okay, so നമുക്ക് പറയാൻ പറ്റും, ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റും if E is an extension field of F. അപ്പോൾ E എന്ന് പറയുന്നത് എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആണെങ്കിൽ we can denote it by this means that this E is an extension field of F. Also we can represent it by this.
this also means that this E is an extension field of F. Okay, so if E is an extension field of F, then either this E contains F, ഒന്നെങ്കിൽ ഈ എഫിനെ കണ്ടെയ്ൻ ചെയ്യും, or this E contains a homomorphic copy of F. ഓക്കെ, ഇതാണ് ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഫ് എന്ന് പറഞ്ഞൊരു ഫീൽഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഇ എങ്കിൽ either that E contains F or E contains a homomorphic copy of F. Okay, so this is a definition of an extension field. ഇനി നമുക്കുള്ളത് ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൻ്റെ ഒരു തിയറമാണ്, which is known as Kronecker's theorem and which is very 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 important theorem. ഓക്കെ, സോ ആ തിയറം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ തിയറത്തിന് ആവശ്യമായ കീ പോയിൻറ്റ്സ് നോക്കാം, അതിനുശേഷം നമുക്ക് തിയറം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ കീ പോയിൻറ്റ്സ്. ഈ കീ പോയിൻറ്റ്സ് നമ്മളിവിടെ നോട്ട് ചെയ്തേക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു വെച്ച തിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കീ പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻറ്റ്, ഇഫ് എഫ് ഈസ് എ ഫീൽഡ് then any non-constant polynomial f of x can be factorized into a product of irreducible polynomial. ഓക്കെ, അതായത് എഫ് ഒരു ഫീൽഡാണ്, അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡിലുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെയും എഫ് ഓഫ് എക്സിനെയും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫാക്ടറൈസ്ഡ് ഇൻ എ പ്രൊഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, എവരി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എ ഫീൽഡ് ജനറേറ്റ് എ മാക്സിമൽ ഐഡിയൽ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. സപ്പോസ് എഫ് ഒരു ഫീൽഡാണ് ആൻഡ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെങ്കിൽ ഈ പി ഓഫ് എക്സ് ഒരു മാക്സിമൽ ഐഡിയലിനെ ജനറേറ്റ് ചെയ്യും. ആ ഐഡിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ. അതായത് ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇഫ് ദിസ് ഈസ് എ മാക്സിമൽ ഐഡിയൽ, ഈ പി എഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഈ ഐഡിയൽ മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ഈ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആയിരിക്കും. ആൻഡ് ഇഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. ഓക്കെ, അതാണ് second point, that is every irreducible polynomial over a field generate a maximal ideal. Okay, then third point, if R is a commutative ring with a unity and M is a maximal ideal, then the quotient ring R by M is a field. അല്ലേ, ഈ R ഒരു commutative ring with unity and M ഒരു maximal ideal ആണെങ്കിൽ then we have the result that the quotient ring R by M is a field. Okay, ഈ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മുടെ തിയറത്തിനകത്ത് ആവശ്യമുള്ളത്. ഇനി നമുക്ക് തിയറത്തിലേക്ക് വരാം. Kronecker's theorem. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, അത് കഴിഞ്ഞിട്ട് പ്രൂഫിലേക്ക് വരാം. തിയറം 29.3 Kronecker's theorem. Let f be a field and let f of x be a non-constant polynomial in f of x. Then there exists an extension field E of f and alpha belongs to E such that f of alpha equal to 0. Okay. നോക്കാം. സപ്പോസ് വി ഹാവ് ഫീൽഡ് എഫ്, നമുക്കൊരു ഫീൽഡ് എഫ് ഉണ്ട്. ദിസ് ഇസ് ഫീൽഡ് എഫ് ആൻഡ് എഫ് ഓഫ് എക്സ് ബി നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇതിനകത്തുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തിയറം പറയുന്നത് there exists an extension field E of f. ഈ ഫീൽഡ് എഫിന് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് E എക്സിസ്റ്റ് ചെയ്യും. Okay, and there also exists an element alpha in E. ഈനകത്ത് എക്സ്റ്റൻഷൻ ഫീൽഡ് ഈനകത്ത് ഒരു എലമെൻറ്റ് ആൽഫ എക്സിസ്റ്റ് ചെയ്യും such that f of alpha equal to 0. ഓക്കെ, അത് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 മീൻസ് എന്താ? ഈ ആൽഫ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു റൂട്ടായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എവരി നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓവർ ക്യാപിറ്റൽ എഫ് ഹാസ് എ റൂട്ട് ഇൻ സം എക്സ്റ്റൻഷൻ ഫീൽഡ്. ഓക്കെ, ഈ ഫീൽഡ് എഫിനകത്തുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്താലും ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൽ ആ എഫിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ക്രോനെക്കർസ് തിയറം എന്ന് പറയുന്നത്.
ഇനി നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് വരാം. സോ ലെറ്റ് small letter f of x belongs to capital F of x be non-constant polynomial which is not equal to 0. Okay. f of x എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഹിയർ വി യൂസ് our first result in key points, that is, if f is a field, then any non-constant polynomial f of x can be factorized into a product of irreducible polynomials. So this f of x is a non-constant polynomial in this capital F of x. Then by this result we can factorize this non-constant polynomial f of x into a product of irreducible polynomials. അല്ല, ഈ f of xനെ നമുക്ക് irreducible polynomialsൻ്റെ product ആയിട്ട് factorize ചെയ്യാൻ പറ്റും. So by this result we have f of x equal to some p1 of x, p2 of x, etc. into some pr of x. Okay. And let capital P of x be an irreducible factor of f of x in capital F of x. അപ്പം ഇതിൻ്റെ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഇറഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് p1 x, p2 x, etc. pr x ആണ്. അങ്ങനെ അതിലൊരു ഫാക്ടറാണ് പി ഓഫ് എക്സ് എന്ന് നമ്മൾ കരുതണം. ഓക്കെ. സോ ലെറ്റ് പി ഓഫ് എക്സ് ബി an irreducible factor of f of x in capital F of x. ഓക്കെ, അതായത് ഇതിൽ ഏതോ ഒരു പി ഐ ഓഫ് എക്സ് ആണ് ഈ പി ഓഫ് എക്സ്. സോ വി ലെറ്റ് ദിസ് പി ഓഫ് എക്സ് ബി an irreducible factor of f of x in capital F of x. Okay. So here we prove there exists an extension field E of f and there also exists an element alpha belongs to E such that this alpha is a root of this P of x. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും, ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ ഒരു എലമെൻറ്റ് ഈ ആൽഫ എക്സിസ്റ്റ് ചെയ്യും, ആ ആൽഫ എന്ന് പറഞ്ഞാൽ ഈ പി ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ദിസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദിസ് പി ഓഫ് എക്സ്, ആൽഫ ഈ പി ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണെങ്കിൽ എന്താണ്, പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഇഫ് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിലേതോ ഒന്ന് അല്ലേ, പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയാൽ ദെൻ വി ഹാവ് എഫ് ഓഫ് ആൽഫ ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് ഈ പി ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട് ഏതൊരു എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ. സോ we know that every irreducible polynomial over a field generate a maximal ideal. അല്ലേ, അതാണ് നമ്മൾ കീ പോയിൻറ്റ്സിലെ രണ്ടാമത് പറഞ്ഞ പോയിന്റ്. ഏതൊരു ഫീൽഡിനകത്ത് ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലിനെ ജനറേറ്റ് ചെയ്യും അല്ലേ. സോ ദിസ് പി ഓഫ് എക്സ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. Therefore we can say that this P of x generate a maximal ideal. Okay. So this implies the ideal P of x is a maximal ideal in capital F of x. Okay. കാരണം ഇതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് ഇതൊരു മാക്സിമൽ ഐഡിയലിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ. നൗ വി സെറ്റ് E equal to capital F of x divided by the ideal generated by P of x. I choose our extension field E equal to f of x divided by f of x by the ideal generated by P of x. Okay. കാരണം ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു മാക്സിമൽ ഐഡിയലാണ്. ആൻഡ് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. Then we by using our third result in the key points we have this f of x by ideal generated by p of x is a field. ഇതൊരു ഫീൽഡ് ആവാൻ കാരണം എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ് ആൻഡ് ദിസ് ഐഡിയൽ ഈസ് എ മാക്സിമൽ ഐഡിയൽ. ദെൻ ദിസ് ഫാക്ടർ റിംഗ് ഈസ് എ ഫീൽഡ് ആൻഡ് വി സെറ്റ് ദിസ് ഫാക്ടർ റിംഗ് ഈക്വൽ ടു അവർ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഫീൽഡ് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്
ഈ ഫീൽഡ് ഇ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു ഫീൽഡാണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ ഫീൽഡാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എഫിൽ നിന്നും ഈ ഇയിലേക്ക് ഒരു 1 ആയ ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. സോ നൗ ഐ ഡിഫൈൻ എ മാപ്പ് phi from F to E by phi of A equal to എഫിലുള്ള എലമെൻറ്റാണ് എ. അങ്ങനെയാണെങ്കിൽ phi of A equal to ഇമേജ് എന്ന് പറയുന്നത് ഇയിലായിരിക്കണം. അപ്പോൾ ഇയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇതിലുള്ള എലമെൻറ്റ്സ് പ്ലസ് ദിസ് ഐഡിയൽ പി ഓഫ് എക്സ്. സോ ഐ ഡിഫൈൻ ദ മാപ്പ് phi from F to E by phi of A equal to A plus the ideal generated by P of x. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഫൈ എന്ന് പറയുന്നത് 1 ആണ്, കൂടാതെ ഇറ്റ് ഈസ് എ ഹോമോമോർഫിസം എന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു 1 ഒരു ഹോമോമോർഫിസം ഈ എഫിൽ നിന്ന് ഇയിലേക്ക് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ then we can say that this E is an extension field of F. ഓക്കെ, നൗ ഒരു മാപ്പ് എങ്ങനെയാണ് നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ ഡൊമൈനിൽ നിന്ന് നമ്മൾ 2 എലമെൻറ്റ്സിനെ ചൂസ് ചെയ്യണം. ആൻഡ് വി സപ്പോസ് ദാറ്റ് ആ 2 എലമെൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 2 എലമെൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയി കിട്ടണം അല്ലേ. സോ ടു പ്രൂവ് ദിസ് മാപ്പ് ഈസ് 1 വിൽ ലെറ്റ് phi of A equal to phi of B. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A equal to B ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് phi of A? Phi of A equal to A plus the ideal P of x equal to what is phi of B? Phi of B equal to P plus the ideal P of x. Okay, this implies A minus B plus the ideal P of x equal to the ideal P of x. Okay, this implies this is also the ideal P of x and this is also the ideal P of x. So this implies A minus B belongs to the ideal P of x. Alle, we have the result. Some if I is an ideal and A belongs to the ring R, then A plus I equal to I if and only if A belongs to I. Okay, so from this result we have A minus B belongs to the ideal P of x. Okay, ഇനി നോക്കുക, A minus B എന്ന എലമെൻറ്റ് ദ ഐഡിയൽ പി ഓഫ് എക്സിലുണ്ടെന്ന് നമുക്ക് കിട്ടി. ആൻഡ് ഈ ഐഡിയൽ പി ഓഫ് എക്സിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ആൻഡ് ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് പി ഓഫ് എക്സ് അല്ലേ. പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയ എലമെൻറ്റ്സ് ആയിരിക്കും ഇത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനുണ്ടാകുന്നത്. സോ A minus B belongs to the ideal generated by P of x implies that this A minus B is a multiple of P of x ആയിരിക്കും അല്ലേ. And also note that we also know that A minus B belongs to F ആണ് അല്ലേ. കാരണം എന്താണ്? എയും ബിയും നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് എഫിൽ നിന്നാണ്. സോ A minus B also belongs to F. And what is the സോ വാട്ട് ഈസ് എഫ്? എഫ് ഈസ് എ ഫീൽഡ് അല്ലേ. എഫ് എന്ന് പറയുന്നത് ഫീൽഡാണ്. അതിൻ്റെ എ മൈനസ് ബി എന്ന് പറയുന്നത് എഫിലുള്ളൊരു എലമെൻറ്റാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു ഫീൽഡിനകത്തുള്ള എല്ലാ നോട്ട് സീറോ എലമെൻറ്റും എന്ന് പറയുന്നതും യൂണിറ്റ്സ് ആയിരിക്കും. ദാറ്റ് ഇംപ്ലീസ് ദിസ് എ മൈനസ് ബി ഈസ് ഓൾസോ എ യൂണിറ്റ്. ഓക്കെ, ഇനി വി ഹാവ് ദിസ് എ മൈനസ് ബി ഈസ് എ യൂണിറ്റ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എഫിനകത്തുള്ളൊരു യൂണിറ്റാണ് അല്ലേ. എ മൈനസ് ബി എന്ന് പറയുന്നത് എഫിനകത്തുള്ളൊരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് എഫിനകത്തുള്ള ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ എ മൈനസ് ബിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ദിസ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ്. അതായത് എ മൈനസ് ബി എന്ന് പറയുന്നത് എ മൈനസ് ബി ഈക്വൽ ടു സം പി ഓഫ് എക്സ് ഇൻറ്റു സം അനദർ ഫംഗ്ഷൻ. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് കോൺസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ സം കോൺസ്റ്റൻ്റ് എന്ന് തന്നെ എടുത്തു നമ്മൾ. ഓക്കെ, this a minus b is equal to p of x into some constant എന്ന് എടുത്തു. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ദിസ് എ മൈനസ് ബി ഈസ് എ യൂണിറ്റ്. ദെർഫോർ ഇറ്റ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി പി ഓഫ് എക്സിനെ നോക്കുക. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ
നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. എഫ് ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഒന്നെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സിൻസ് എഫ് ഈസ് എ ഫീൽഡ്, എഫ് ഒരു ഫീൽഡ് ആയതുകൊണ്ട്, അതായത് എഫ് ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു കോൺസ്റ്റൻസിനും ഇറഡ്യൂസിബിൾ എലമെൻ്റ് ആവാൻ പറ്റില്ല. ഓക്കെ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആവാൻ പറ്റില്ല. കോൺസ്റ്റൻസിനൊന്നും ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഒന്നും ആവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് എക്സ്, എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 1നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ ഈ പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് ദിസ് എ മൈനസ് ബിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി മസ്റ്റ് ഹാവ് ദിസ് എ മൈനസ് ബി ഈക്വൽ ടു 0 വരണം. ദിസ് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി വരണം. ഓക്കെ, കാരണം എ മൈനസ് ബി എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇൻറ്റു സം അനദർ ഫംഗ്ഷനാണ് അല്ലേ. ആൻഡ് ഈ പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് ഈ എ മൈനസ് ബിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. സോ വി മസ്റ്റ് ഹാവ് ദിസ് എ മൈനസ് ബി ഈക്വൽ ടു 0 which implies a equal to b. That is phi of a equal to phi of b implies a equal to b, which implies that this phi is a 1-1 map. This implies phi is a 1-1 map. ഇത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ phi എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫൈ ഓഫ് ഈ ഡൊമൈനിൽ നിന്ന് 2 എലമെൻറ്റ് എയും ബി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് ഈസ് ഫൈ ഓഫ് എ പ്ലസ് ബി? ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ഓഫ് ഫൈ, ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ദ ഐഡിയൽ പി ഓഫ് എക്സ്. ഓക്കെ, then by the multiplication of cosets we have this is equal to a plus the ideal generated by p of x plus b plus the ideal generated by p of x. Okay, and what is a plus the ideal generated by p of x? This is equal to phi of a. And what is the ideal generated, what is b plus the ideal generated by p of x? This is equal to phi of b. So we get phi of a plus b equal to phi of a plus phi of a b. This means that this phi is a homomorphism. നമുക്ക് നമ്മൾ ചൂസ് ചെയ്ത ഈ മാപ്പ് ഫൈൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഫൈ എന്ന് പറയുന്നത് 1-1 ആണ്. അതുപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ 1-1 homomorphism or there exists a monomorphism from this field F to this field E. That means that this E is an extension field of F. Okay, this implies that this E is an extension field of F. And EF എന്ന് എഴുതിയത് എക്സ്റ്റൻഷൻ ഫീൽഡിനാണ്. ഓക്കെ, നൗ ചൂസ്. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇപ്പം നമുക്ക് കിട്ടി എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഇ എന്ന് കാണിച്ചു കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ ഇനകത്ത് ഒരു എലമെൻറ്റ് ആൽഫ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത് അല്ലേ. സോ ഐ ചൂസ് ആൽഫ ഈക്വൽ ടു, ആൽഫ എന്ന് പറയുന്നത് ഒരു ഇയിലുള്ളൊരു എലമെൻറ്റ് പോലെ, ഈക്വൽ ടു ഇ, വാട്ട് ഈസ് അവർ ഇ ഈക്വൽ ടു the quotient ring f of x divided by p of x, the ideal p of x. So we choose an element alpha in E such that alpha equal to x plus the ideal generated by p of x. Okay, belongs to E. And assume our p of x equal to a0 plus a1x a2x square plus etc plus an x raised to n. അങ്ങനെയാണെങ്കിൽ then this p of x belongs to capital F of x ആണ്. ഇങ്ങനെ ഒരു p of x നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനിയാണെങ്കിൽ we need to prove that this alpha is a root of this polynomial p of x. That is, we need to prove that p of alpha equal to 0. Okay, now we find p of alpha. P of alpha equal to
a naught plus a1 into x ആണ്. And what is our x equal to alpha. So what is alpha? Alpha equal to x plus the ideal p of x plus etc. plus a n x raised to n. a n, what is our x? Here x equal to alpha. അല്ലേ, എക്സിന് പകരം നമ്മൾ ആൽഫേനെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് അവർ ആൽഫ? ആൽഫ ഈക്വൽ ടു x plus the ideal p of x all raised to n. Okay. So this is equal to a naught plus a1x, a naught plus a1x. And ഈ ടൈമിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ ഒരു a2x² പ്ലസ് a2x² പ്ലസ് എക്സെട്ര plus this is a n x raised to n. Okay, plus ഇനിയുള്ളത് a1 into the ideal p of x എന്നാണ്. That means the ideal p of x. Okay, also അടുത്ത ടൈമിൽ എന്ത് വരും? some a2 into p of x അല്ല ideal p of x എന്ന് വരും. So that is equal to the ideal p of x plus etc. plus ഇവിടെ എന്താ വരിക? a n into this ideal p of x. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? the ideal p of x തന്നെയായിരിക്കും. Okay, so this is equal to a naught plus a1x plus a2x² plus etc. plus a n x raised to n plus the ideal p of x plus the ideal p of x etc. plus the ideal p of x. That is equal to the ideal p of x. Okay. Now, what is a naught plus a1x plus a2x² etc. plus a n x raised to n? This is equal to our p of x. അല്ലേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ p of x ആണ്. So this is p of x. p of x plus the ideal generated by p of x. Okay. What is p of x plus the ideal generated p of x? This is equal to the ideal generated by p of x. അല്ലേ, കാരണം ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിലുള്ളൊരു എലമെൻറ്റ് തന്നെയാണ്, ഈ ഐഡിയയിലുള്ളൊരു എലമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സ് ഇൻറ്റു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് തന്നെയായിരിക്കും. അതേ സെയിം പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് a1 ഇൻറ്റു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയത്? അതായത് a1 ഇൻറ്റു ഐഡിയൽ ജനറേറ്റഡ് ബൈ p1 ഓഫ് എക്സ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഈ p1 ഓഫ് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. p1 ഓഫ് എക്സിൻ്റെ അല്ല പി ഓഫ് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ സെയിം ഇങ്ങനെ എഴുതിയത്. സോ ദിസ് പി ഓഫ് എക്സ് ഓൾസോ ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. വി ഹാവ് പി ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടേൺ as this is equal to 0 plus the ideal generated by p of x. Now what is 0 plus the ideal generated by p of x? 0 plus the ideal generated by p of x is the 0 element in our E. അല്ലേ, നമ്മുടെ E എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? E ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിരുന്നു. ഇതിനകത്തുള്ള 0 എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനകത്തുള്ള 0 എലമെൻറ്റ് പ്ലസ് ദിസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള 0 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഈ ഇൻ്റെ 0 എലമെൻറ്റ് എന്ന് പറയുന്നത് ദിസ് 0 പ്ലസ് ദിസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് 0 പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ദ 0 എലമെൻറ്റ് ഓഫ് അവർ ഇ. സോ ദിസ് ഈസ് 0 ഇൻ ഇ. That is our p of alpha equal to 0 in E. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? p of alpha എന്ന് പറയുന്നത് 0 കിട്ടി. That means we get there exists an alpha in E such that p of alpha equal to 0. Okay, and what is our f of x? നമ്മുടെ f of x എങ്ങനെയായിരുന്നു? ഈ f of xൻ്റെ ഒരു ഫാക്ടർ ആയിരുന്നു p of x and some pt of x etc. some another function, some pr of x. Okay, and we get then what is f of alpha? F of alpha equal to p of alpha into some pt of alpha etc. some pr of alpha.
and we know that this p of alpha equal to 0. So we get this implies f of alpha equal to 0. So this is Kronecker's theorem. Okay, so the Kronecker's theorem says that every non-constant polynomial over a field f has a root in some extension field. That f ഒരു ഫീൽഡ് ആണെങ്കിൽ ആ ഫീൽഡ് എഫിനകത്തുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിന് ആ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് എഫ് ഒരു ഫീൽഡാണ്. ആ എഫിലുള്ള നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഈ എക്സിസ്റ്റ് ചെയ്യും. കൂടാതെ ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ ഒരു എലമെൻറ്റ് ആൽഫ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദിസ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ദിസ് ഈസ് Kronecker's theorem. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ Kronecker's തിയറത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് Kronecker's തിയറം പറഞ്ഞത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നോട് നോക്കാം. അതിനുശേഷം നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. Kronecker's തിയറം പറഞ്ഞത് എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ് ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഈ എക്സിസ്റ്റ് ചെയ്യും. ദർ ഇസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് കോൾ ഇ ആൻഡ് ഈ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എൻ ഇറഡ്യൂസിബിൾ ഫാക്ടർ അല്ലേ? ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഇ ആൻഡ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 അല്ലേ? ഇതായിരുന്നു Kronecker's തിയറം പറഞ്ഞത്. എഫ് ഒരു ഫീൽഡാണ് ആൻഡ് എഫ് ഓഫ് എക്സിനകത്തുള്ളൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. ആ എക്സ്റ്റൻഷൻ ഫീൽഡായിരുന്നു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഇവിടെ ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ ഇറഡ്യൂസിബിൾ ഫാക്ടർ ആയിരുന്നു. ആൻഡ് ഓൾസോ ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് ആൽഫ ബിലോങ്സ് ടു സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ. ഓക്കെ, ലെറ്റ് എഫ് ഈക്വൽ ടു ആർ ഫീൽഡായിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് Kronecker's തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? ഈ എഫിന്, അത് എഫ് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. സോ ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. ആ എക്സ്റ്റൻഷൻ ഫീൽഡിലെ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടായിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഈ എഫ് ഒരു ഫീൽഡാണ് ആൻഡ് എഫ് ഒരു ഫീൽഡാണെങ്കിൽ ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. കൂടാതെ ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് ഈ എഫിൻ്റെ റൂട്ടാക്കത്തക്ക രീതിയിൽ ഒരു എലമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നോക്കുക, ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ആറിനകത്ത്, നമ്മുടെ ഫീൽഡ് ആറിനകത്ത് ഒരു ഇറഡ്യൂസിബിളായ ഒരു പോളിനോമിയലാണ്. കാരണം എന്താണ്? ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലക്സ് റൂട്ട്സ് ആണ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ഇതിൻ്റെ റൂട്ട്സ് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ഇംപ്ലീസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 ദെൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ആണ് അല്ലേ? അതായത് ഈ പോളിനോമിയലിലെ റൂട്ട്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിനോമിയലിലെ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് ആറിനകത്ത് എക്സിസ്റ്റ് ഇല്ല. ആറിനകത്തല്ല, അത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിനകത്താണുള്ളത്. ഇറ്റ് ഈസ് നോട്ട് റിയൽ നമ്പേഴ്സ്. ദറ്റ് മീൻസ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ആർ. എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ആർ. എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ആറിനകത്ത് ഇറഡ്യൂസിബിൾ ആയത്? കാരണം ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ഒന്നും റിയൽ നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ആർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആറിനകത്ത് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ, ദിസ് ഈസ് എ ഇറഡ്യൂസിബിൾ എലമെൻ്റ് ആണെങ്കിൽ, then we have the ideal generated by f of x is a maximal. ഈ ഐഡിയൽ എന്ന് പറയുന്നത് ആർ ഓഫ് എക്സിനകത്ത് മാക്സിമൽ ആയിരിക്കും. ബിക്കോസ് ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ അവർ ഫീൽഡ് ആർ, which implies the ideal generated by this irreducible polynomial is maximal in R of x. Okay, ഇത് മാക്സിമൽ ആണെങ്കിൽ then we have R of x divided by this ideal generated by f of x, which is equal to R of x divided by what is our f of x? F of x equal to x square plus 1. This is a field അല്ലേ?
ഇതൊരു ഫീൽഡാണെന്ന് നമുക്കറിയാം. ക്രോനെക്കേഴ്സ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു അത്തരത്തിലുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഫീൽഡുമാണ്. സോ ദിസ് ഈസ് എക്സ്റ്റൻഷൻ ഫീൽഡ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ ഐഡിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ ലെറ്റ് ഇറ്റ് ബി സം ഇ. ഈ ഇനകത്ത് ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എലമെൻറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണെന്നാണ് ഇനി നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ഈ ഇയിൽ നിന്നും ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യാണ്. സം ആൽഫ. ലെറ്റ് ആൽഫ ഈക്വൽ ടു എക്സ് പ്ലസ്, ഇതിലുള്ള എലമെൻറ്റ് എങ്ങനെയായിരിക്കും? എക്സ് പ്ലസ് സം ദ ഐഡിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ദെൻ ഐ ഫൈൻഡ് എഫ് ഓഫ് ആൽഫ. F of alpha equal to, what is f of x? F of x equal to x square plus 1. So f of alpha equal to alpha square plus 1. So what is our alpha? Alpha equal to x plus the ideal x square plus 1 whole square plus 1. Okay, so and this one can be represented as, this one belongs to this r of x divided by x square plus 1. അതുകൊണ്ട് തന്നെ ഈ 1ൻ്റെ ഫോം എങ്ങനെയായിരിക്കും? 1 പ്ലസ് ദ ഐഡിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഈ ഫോമിനകത്തായിരിക്കും. നോ, ദിസ് ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ്, ആൻഡ് ദിസ് ഈസ് 1 പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, so this is equal to x square plus 1 plus the ideal generated by x square plus 1. Okay, so this x square plus 1 belongs to this ideal generated by x square plus 1. So this is equal to the ideal generated by x square plus 1. Okay, and this can be written as, this is equal to 0 plus the ideal generated by x square plus 1. And this is the 0 element in r of x divided by x square plus 1. Okay, so this is 0 in r of x divided by the ideal x square plus 1. So we get f of alpha equal to 0. Okay, അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരുന്നു. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ ഒരു പോളിനോമിയൽ സെലക്ട് ചെയ്യുകയാണ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് ആ എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് ഈ എഫ് ഓഫ് എക്സിന് ഒരു റൂട്ടും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് കാണിക്കേണ്ടിയിരുന്നത്. സോ നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ഒക്കെ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് എക്സ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനകത്ത് റെഡ്യൂസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് റെഡ്യൂസിബിൾ ആണെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. ഇത് മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ദെൻ വി ഹാവ് ദിസ് ആർ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഫീൽഡാണ്. ഓക്കെ, നമ്മൾ ക്രോനെക്കേഴ്സ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ആൻഡ് വി ഗെറ്റ് this r of x divided by x square plus 1 is an extension field of our r. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആറിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ എഫിന് ഒരു റൂട്ട് ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. സോ ഐ ചൂസ് എ എലമെൻറ്റ് I choose a element alpha such that alpha equal to x plus the ideal x square plus 1. Then we need to prove that f of alpha equal to 0. So we find the value of f of alpha equal to this, and finally we get f of alpha equal to 0. Okay, അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്രോനെക്കേഴ്സ് തിയറത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എഫ് ഈക്വൽ ടു ക്യൂ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 5 എക്സ് സ്ക്വയർ പ്ലസ് 6 ബി എ പോളിനോമിയൽ ഓവർ ക്യൂ. അങ്ങനെയാണെങ്കിൽ again നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ ക്യൂവിന് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ ഈ എഫിന് ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, സോ ദിസ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ as ദിസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അല്ലേ, ഈ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്കിതിന് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3, അല്ലേ, ക്യൂ ഓഫ് എക്സ്. ദിസ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ as x square minus 2 into x square minus 3. Okay, so
നമ്മൾ നോക്കുക, നമ്മൾ ക്രോനെക്കേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? ഒരു എഫ് ഓഫ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ എടുത്തു. അങ്ങനെയാണ് ആ എഫ് ഓഫ് എക്സിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയലായിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. നമ്മളതെടുത്തത് സം P1 ഓഫ് എക്സ്, P2 ഓഫ് എക്സ് എക്സെട്ര എന്നെടുത്തു. സം PR ഓഫ് എക്സ് വരെ എടുത്തു. അതിലുള്ള ഒരു ഒരു ഇറഡ്യൂസിബിൾ ഫാക്ടർ P ഓഫ് എക്സിനെ നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഇറഡ്യൂസിബിൾ ഫാക്ടറാണ് എക്സ് സ്ക്വയർ മൈനസ് 2 ആൻഡ് മറ്റൊരു ഇറഡ്യൂസിബിൾ ഫാക്ടറാണ് എക്സ് സ്ക്വയർ മൈനസ് 3. സോ ഐ ചൂസ് വൺ ഇറഡ്യൂസിബിൾ ഫാക്ടർ x square minus 2 equal to P of x. Okay, P of x equal to this x square minus 2. Okay, and this is irreducible. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ P of x എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് തന്നെ ആ P of x ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. സോ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ P of x ഈക്വൽ ടു ദ ഐഡിയൽ x square minus 2 ഈസ് മാക്സിമൽ in Q of x. Okay, ഇനി ഇത് മാക്സിമൽ ആണെങ്കിൽ then we have the result Q of x divided by the ideal generated by x square minus 2 is a field. Okay, ഇതൊരു ഫീൽഡ് ആണെന്ന് നമുക്ക് അറിയാം. ആൻഡ് നമ്മൾ ക്രോനെക്കേഴ്സ് തിയറി പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആയിരിക്കും. സോ ദിസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് Q. ദിസ് ഈസ് എ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് Q. If suppose E is an extension field of F, then we denote it by F is a subfield of E. So since this Q of x divided by the ideal x square minus 2 is an extension field of Q, we can denote it by this. Okay, now we want to prove that there exists some alpha belongs to this Q of x divided by the ideal x square minus 2 such that P of alpha equal to 0. P of alpha equal to 0 ആണെങ്കിൽ then F of alpha equal to 0 ആയിരിക്കും. Okay, so we find P of alpha. We have to choose a alpha such that let alpha equal to alpha എന്ന് പറയുന്നത് ഇതിലൊരു എലമെൻ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സം എക്സ് പ്ലസ് ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2. നൗ വി ഫൈൻഡ് P of alpha. P of alpha equal to what is our P of x? P of x equal to x square minus 2. So P of alpha equal to alpha square minus 2 which is equal to what is our alpha? Alpha equal to x plus the ideal x square minus 2 all square minus 2. Okay, and this 2 is an element of Q of x divided by x square, the ideal x square minus 2. Therefore this 2 can be represented as 2 plus the ideal x square minus 2. Okay, which is equal to x plus the ideal x square minus 2 all square. So this is equal to x square plus, ഇപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം എ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. സിമിലർലി ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ദ ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 പ്ലസ് ദ ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇതിൽ ദിസ് ഈസ് അവർ എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 2x ഇൻറ്റു ദ ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. അതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഐഡിയൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ സെപ്പറേറ്റ് എഴുതാത്തത്. അടുത്ത ടൈം എന്ന് പറയുന്നത് ഇത് ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അത് എഗെയിൻ എന്ന് പറയുന്നത് ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. സോ ആ രണ്ട് ടൈമും കൂടി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഓക്കെ മൈനസ് 2 പ്ലസ് ദ ഐഡിയൽ എക്സ് സ്ക്വയർ മൈനസ് 2. Now this is equal to here x square ഇവിടെ minus 2. So x square minus 2 plus the ideal x square minus 2. Okay, and this is equal to this element x square minus 2 also belongs to this ideal, the ideal x square minus 2. So this can be written as this is equal to the ideal x square minus 2, and this can be written as the ideal x square minus 2 0 plus the ideal x square minus 2. Okay, and we know that this 0 plus the ideal x square minus 2 is the 0 element in our extension field Q of x divided by the ideal x square minus 2. So this is 0 in Q of x divided by the ideal x square minus 2. Okay, that is we get P of alpha equal to 0. That is we get there exists an element alpha belongs to Q of x divided by
the ideal x square minus 2 such that p of alpha equal to 0. So if p of alpha equal to 0, this is our p of x, and if we choose f of alpha equal to p of alpha into this function at alpha, alle. So p of alpha, this is equal to 0 എന്ന് കിട്ടി. This implies that our f of alpha also equal to 0. That is, if we let our field f equal to q, and if we choose any polynomial over the set of full rational numbers q, then there is an extension field of q of x divided by the ideal x square minus 2, and there also exists an element in that extension field such that f of that element alpha equal to 0. Okay.